റമദാനിനെ സ്വീകരിച്ച് ആ പുണ്യമേറിയ മാസത്തിൽ ധാരാളം ഇബാദത്ത് ചെയ്യാൻ, ഖുർആൻ ഓതാൻ, ദിക്ർ ചൊല്ലാൻ, പരിശുദ്ധമായ മദനീയ മജ്ലിസിൽ നമുക്ക് പങ്കെടുക്കാൻ, എല്ലാത്തിനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ എന്നെ മദനീയം കുടുംബത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ശുദ്ധമായ റമദാൻ സ്വീകരിക്കാൻ നമുക്ക് കഴിയുമോ ഇല്ലയോ യാതൊരു ഉറപ്പും നമ്മുടെ പക്കലില്ല. അള്ളാഹുവിന്റെ തീരുമാനവും അള്ളാഹുവിന്റെ ഖളാവും വന്നാൽ നമ്മളെല്ലാവരും നാഥനായ റബ്ബിന്റെ അടുക്കലേക്ക് പോകേണ്ടവരാണ്. പ്രിയപ്പെട്ട ഹാഫിദ് മസൂദ് സഖാഫി ഉസ്താദിന്റെ വിയോഗമറിഞ്ഞതിന് ശേഷം എന്നോട് നേരിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞു, ഉസ്താദെ ആകെ തളരുകയാണ്, BP കൂടുകയാണ്, ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുകയാണ്, വിട്ടുമാറാത്ത വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഓരോരുത്തരും ആ മരണം കൊണ്ട് ഉണ്ടായ വലിയ പ്രയാസത്തിലാണ്. അള്ളാഹു എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. നമ്മൾ തന്നെ അത്ര പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും? ആ ഉസ്താദിന്റെ പ്രിയപ്പെട്ട പൊന്നാര പിഞ്ചു മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? ആ പൊന്നാര ആ ഉസ്താദിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ അവസ്ഥ എന്തായിരിക്കും? കുടുംബത്തിന്റെ സഹോദരങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? എല്ലാവരും മാനസികമായ വലിയ വേദനയിലാണ്, പ്രയാസത്തിലാണ്. മരണം മുൻകൂട്ടി കണ്ടതുപോലെയാണ് ഉസ്താദിന്റെ തലേന്നത്തെ രാത്രിയുള്ള പ്രവർത്തനങ്ങൾ. അഥവാ ഉസ്താദിന് വളരെ ഇഷ്ടമായിരുന്നു അത്രേ ഉസ്താദിന്റെ സഹോദരിമാരോട്. വിശുദ്ധ റമദാനിൽ സഹോദരിമാർക്കെല്ലാം പ്രത്യേകമായ ഒരു സാമ്പത്തികമായ ഒരു ഹദിയ നൽകുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമായിരുന്നു അത്രേ. എല്ലാ സഹോദരിമാരുടെ വീട്ടിലേക്കും പോകും, കുശലാന്വേഷണങ്ങൾ പറയും, അവരുമായി കുറെ സമയം സംസാരിക്കും. അങ്ങനെ വിശുദ്ധ റമദാനിൽ നല്ല ഒരു ഹദിയ കൊടുത്തിട്ടാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് തിരിച്ചു പോകാറുള്ളത്. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന് പരിപാടി പാടന്തറയിലായിരുന്നു. കഴിഞ്ഞ ദിവസം മരിക്കുന്നതിന് തലേന്ന് രാത്രി ആ പാടന്തറയിലേക്ക് പോകുന്നു. അവിടെ പരിപാടി നടക്കുന്നു. പരിപാടി കഴിഞ്ഞ് എല്ലാ പെങ്ങന്മാരുടെയും സഹോദരിമാരുടെയും വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് റമദാനിൽ കൊടുക്കേണ്ടുന്ന ആ പ്രത്യേകമായ ഹദിയ അത് അന്ന് തന്നെ കൈമാറുകയാണ്. അപ്പൊ സഹോദരിമാര് ചോദിച്ചു, അത്രേ എന്തിനാണ് ഇപ്പൊ തന്നെ തരുന്നത്? റമദാനിലല്ലേ തരല്, ആ റമദാനിൽ തന്നാൽ പോരെ? അപ്പൊ പറഞ്ഞു, അത് പറ്റൂല, ഇപ്പൊ തന്നെ പിടിക്കണം, ഞാൻ അപ്പോഴുണ്ടാകുമെന്ന് എന്ത് ഉറപ്പാണുള്ളത് എന്ന് പറഞ്ഞ് അതേ കയ്യിൽ ആ സഹോദരിമാരുടെ കയ്യിലെല്ലാം ക്യാഷ് കൈമാറി നേരത്തെ തന്നെ മരണത്തിനെ ഉറപ്പിച്ചതുപോലെയാണ് ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ എന്ന് ആ കുടുംബം വിലയിരുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമുക്കും അള്ളാഹു തന്ന ആയുസ് എപ്പോഴാണ് നാഥനായ റബ്ബ് തിരിച്ചെടുക്കുകയെന്നറിയില്ല. അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ, അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ, അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അള്ളാഹുവേ, വിശുദ്ധ റമദാനിനെ സ്വീകരിക്കണം. റമദാനിനെ സ്വീകരിക്കാൻ നിൽക്കുന്ന മുത്തുമുഅ്മിനീങ്ങളോട്, മുത്തുമുഅ്മിനാത്തുകളോട് പ്രാധാന്യത്തോടെ ഞാൻ പറയട്ടെ, എല്ലാവരും ഒന്ന് പൊരുത്തപ്പെടിക്കണേ, എല്ലാവരും ഒന്ന് പൊരുത്തപ്പെടിക്കണം. കുടുംബങ്ങളോട്, അയൽവാസികളോട്, വേണ്ടപ്പെട്ടവരോട്, അതുപോലെ തന്നെ നമ്മളുമായി നമുക്ക് ആരോടെല്ലാം കടപ്പാടുകളുണ്ടോ അവരോടുമായെല്ലാം എപ്പോഴെങ്കിലും എന്തെങ്കിലും വാക്കുകൊണ്ടോ സംസാരം കൊണ്ടോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊരുത്തപ്പെടിക്കാനുള്ള സമയമാണ്. വിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പ് അതെല്ലാം പൊരുത്തപ്പെട്ട് തരണമെന്ന് നല്ല മാന്യമായി നിങ്ങൾക്ക് എല്ലാവരോടും പറയാം. അതൊരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. എല്ലാം വിട്ടുകൊടുക്കാനുള്ളതെല്ലാം വിട്ടുകൊടുത്തു കൊടുക്കുക, പുറത്തു കൊടുക്കാനുള്ളതെല്ലാം പുറത്തു കൊടുക്കുക. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്ത് പുറത്തു കൊടുത്ത് പരസ്പരം പൊരുത്തപ്പെട്ട് വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാവണം. ഇനിയൊരു റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയുകയില്ല. അതുകൊണ്ട് ശുദ്ധമായ റമദാനിന്റെ പുണ്യമേറിയ ദിനരാത്രങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ ശാരീരികമായി തയ്യാറാവണേ. ശാരീരികമായ തയ്യാറെടുപ്പ് വേണം. എന്താണ് ഈ ശാരീരികമായ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത്? അത് ശരീരം കൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ഉംറ ചെയ്യാൻ പോകുന്ന നിങ്ങൾ നഖം മുറിക്കാറില്ലേ? ഗോപ്യമായ ഭാഗങ്ങളിലുള്ള മുടികളെല്ലാം വടിച്ചു കളയാറില്ലേ? ശരീരം വൃത്തിയാവാറില്ലേ?
അങ്ങനെ നമുക്കൊന്ന് വൃത്തിയാകണം, ശാരീരികമായൊരു വൃത്തി വേണം. അതൊക്കെയും പുണ്യമേറിയ കാര്യമാണ്. ശുദ്ധ റമദാനിനെ സ്വീകരിക്കാനുള്ള ഒരു ശാരീരികമായ ഒരുക്കം, അതിന്റെ ഭാഗമാണ് ഈ ശരീരമൊക്കെ വൃത്തിയാക്കൽ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം താടിയും മീശയും ഒക്കെ ഒന്ന് വൃത്തിയായി വെട്ടുക, വൃത്തിയാക്കുക. മുടികളൊക്കെ നന്നായി, അതേ ക്രോപ്പൊന്നുമാക്കാത്ത രൂപത്തിൽ മുടികളൊക്കെ കൃത്യമായി വെട്ടി, അങ്ങനെ അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച ഒരു മാസം എന്നിലേക്ക് വരുമ്പോൾ ഇവിടെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം, മാനസികമായി തയ്യാറാകണം. അള്ളാഹുവിന്റെ വിശുദ്ധ റമദാൻ വരികയാണ്. അപ്പോൾ ഞാനിതാ എന്റെ മനസ്സ്, എന്റെ ശരീരം, എന്റെ ഖൽബ് എല്ലാം ഞാനിതാ തയ്യാറാവുകയാണ്. മാനസികമായ തയ്യാറെടുപ്പ് വേണം, ഖൽബിയായ തയ്യാറെടുപ്പ് വേണം. അതെ, തൗബ ചെയ്ത് പൊരുത്തപ്പെടിക്കേണ്ടവരെല്ലാം പൊരുത്തപ്പെടിച്ച് അങ്ങനെ എല്ലാ നിലക്കും അള്ളാഹുവിന്റെ പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അതുപോലെ തന്നെ സാമ്പത്തികമായ തയ്യാറെടുപ്പുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അത് എന്താണെന്ന് ചോദിച്ചാൽ, അതെ, സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരുടെ സാമ്പത്തികമായ സക്കാത്തുകൾ അത് റമദാനിലാണ് കൂടുതൽ ആളുകളും കൊടുത്തു വിട്ടാറുള്ളത്. അത് പ്രത്യേകമായി കണക്കെടുക്കേണ്ടവർ കണക്കെടുത്ത് വിശുദ്ധ റമദാനിൽ അത് സ്വന്തമായി തന്നെ ഏതെങ്കിലും കമ്മിറ്റിയോ മറ്റോ ഏൽപ്പിക്കാതെ നമ്മൾ തന്നെ സ്വന്തമായി അതിന്റെ അർഹരായ ആളുകളെ കണ്ടെത്തി അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുക എന്നതാണ് ഒരു മുഅ്മിനിന്റെ പ്രധാനപ്പെട്ട കടമ. അത് ഏതെങ്കിലും കമ്മിറ്റികളെയോ ഏതെങ്കിലും സംഘടനകളെയോ ഏൽപ്പിക്കലല്ല. അങ്ങനെ ഒരു സിസ്റ്റം അള്ളാഹുവിന്റെ ദീനിലില്ല. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരാളുടെ സക്കാത്തും വീടുകയില്ല. അതേ സമയത്ത് വക്കാലത്ത് ഏൽപ്പിക്കാം. നിങ്ങൾക്ക് വിശ്വസ്തരായ ഒരാളുടെ കയ്യിൽ സക്കാത്തിന്റെ പണം കൊടുത്ത് ഇത് ഇന്നാലിന്ന ആൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നാലിന്ന ആൾക്ക് വിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് വക്കാലത്ത് ചെയ്ത് ഏൽപ്പിക്കാവുന്നതാണ്. അതല്ലാതെ ഏതെങ്കിലും സംഘടനകള് ഞങ്ങൾ കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു വരുമ്പോഴേക്ക് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങളുടെ സക്കാത്ത് നിങ്ങൾ ബാത്തുലാക്കി കളയരുത് എന്ന് സാന്ദർഭികമായി എല്ലാ വിശ്വാസികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലേക്കുള്ള സാധന സാമഗ്രികളെല്ലാം അത് കൃത്യമായി വാങ്ങിച്ചു വെച്ച് ഒരു മാസത്തേക്കുള്ള ഒരു നമ്മുടെ സാധന സാമഗ്രികൾ അത് ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിലേക്ക് പോകേണ്ടി അവസ്ഥ വരാത്ത രൂപത്തിൽ നമുക്ക് വേണ്ട അരികൾ, നമുക്ക് വേണ്ട മറ്റു സാധന സാമഗ്രികൾ അതൊക്കെയും ഒരു മാസത്തേക്ക് കണക്കാക്കിയിട്ട് നമുക്കതൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്യാവുന്നതാണ്. അതൊക്കെയുള്ള തയ്യാറെടുപ്പുകളാണ്. വിശുദ്ധ റമദാൻ ഒരു സമയവും നമ്മൾ വെറുതെ കളയരുത്. നമ്മൾക്കറിയാമല്ലോ, ഓരോ നിമിഷവും വിലപ്പെട്ട സമയങ്ങളാണ്. ഈ ദലായിലുൽ ഖൈറാത്ത് നമ്മൾ ആരംഭിക്കും. ആ ദലായിലുൽ ഖൈറാത്ത് നമുക്ക് എല്ലാവർക്കും ചൊല്ലണം. ഞാൻ ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഏറ്റു ചൊല്ലുക. ആ സിസ്റ്റത്തിലായി ഒരു അരമണിക്കൂർ നേരം നമുക്ക് ദലായിലുൽ ഖൈറാത്തിന് വേണ്ടി ചെലവഴിക്കണം. വലിയ പുണ്യമാണ്. ഞാൻ മദീനയിൽ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് തൈസീർ തങ്ങളുപ്പാപ്പ, നേരത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തിയ തങ്ങളുപ്പാപ്പയാണ്. ആ തങ്ങളുപ്പാപ്പ എന്നും മുത്തു റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ ഹുജറത്തു ഷരീഫിലേക്ക് മുവാജഹായിരുന്നു കൊണ്ട് ഖുർആനും ദിക്റുകളും നിസ്കാരവുമായി സമയം ചെലവഴിക്കുന്ന തങ്ങളുപ്പാപ്പയാണ്. എല്ലാ ദിവസവും നോമ്പാണ്. അങ്ങനെ ഭാര്യയും ഭർത്താവുമായി പ്രിയപ്പെട്ട സയ്യിദ് അവറുകൾക്ക് ഭാര്യ മാത്രം, മക്കളില്ല. ഞാൻ ചോദിച്ചു, മക്കൾ എന്തേ? ഒരു വിഷമമില്ലേ? ഇല്ല, ഒരു പ്രയാസവുമില്ല. അങ്ങനെ ഒരുപാട് മഹാന്മാരുടെ കഥകൾ എന്നോട് പറഞ്ഞു. ഇന്നാലിന്റെ മഹാന് മക്കൾ ഉണ്ടായില്ല, ഇന്നാലിന്റെ മഹാന് മക്കൾ ഉണ്ടായില്ല. ഒരുപാട് മഹാന്മാരുടെ പേരുകൾ എണ്ണി എന്നോട് പറഞ്ഞു. എന്നിട്ട് ആ മഹാന്മാരൊക്കെ എന്ത് ചെയ്തു? മക്കളില്ലാത്തത് കൊണ്ട് അവർ വിഷമിച്ചില്ല, അവര് മക്കളില്ലാത്ത കാര്യം കൊണ്ട് വേദനിച്ചില്ല. അവർ ആ സമയവും അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ സമയം ചെലവഴിച്ചു. അങ്ങനെ മക്കളെ നോക്കി. അള്ളാഹു എനിക്ക് തന്നില്ല, തന്നിരുന്നെങ്കിൽ ഞാൻ മക്കളെ നോക്കുമായിരുന്നു. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അതുകൊണ്ട് ആ തങ്ങളുപ്പാപ്പ പറയാണ്, ദലായിലുൽ ഖൈറാത്ത് പതിവാക്കണം. എന്ത് ഖൈറാത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരണോ, ദലായിലുൽ ഖൈറാത്തിനോളം വലിയ പുണ്യമായ കാര്യം വേറെയില്ല. അതുകൊണ്ട് വിശുദ്ധമായ റമദാനിൽ നമ്മൾ ധാരാളം ഖുർആൻ ഓതുന്നു, ദിക്റ് ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നതോടൊപ്പം എല്ലാ ദിവസവും ഓരോ ദിവസവും ഓരോ ദലായിലുൽ ഖൈറാത്താണ്. ഞായറാഴ്ചയിലെ തുർക്കളികയിൽ വയല് പറയേണ്ടിയിരുന്നു ഞങ്ങളെ പ്രിയപ്പെട്ട മസൂദ് സഖാഫി. ഒരു ആലിമ് മരണപ്പെട്ടാൽ ആ ആലിമിന് കിട്ടുന്ന ഗുണം എന്താണ്? എത്രയാണ് ആ ആലിമിനുള്ള ദുആ, എത്രയാണ് ദിക്റുകൾ. എല്ലാ സദസ്സുകളിലും ആ പ്രിയപ്പെട്ട ഉസ്താദിനെ അനുസ്മരിക്കുകയാണ്. ഞാൻ ഓർത്തു പോകുന്നത് ആ ഉസ്താദിന്റെ ഭാര്യയെയും പ്രിയപ്പെട്ട പിഞ്ചു മക്കളെയും ഓർത്താണ് എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നത്. ആ മനസ്സുകൾ എന്തായിരിക്കും? അവരുടെ ഖൽബിന് നീ വലിയ ക്ഷമ കൊടുക്കണേ അല്ലാ. സഹോദരിമാരോട് വലിയ സ്നേഹമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ.
ആ സഹോദരിമാരുടെ കൽബിലുള്ള വേദന എന്തായിരിക്കും? അള്ളാഹുവേ, ഉമ്മ നേരത്തെ മരണപ്പെട്ടത് ഒരു പക്ഷേ ആ മകന്റെ മരണം സഹിക്കാൻ കഴിയാവുന്നതിനപ്പുറം ആ ഉമ്മക്കുണ്ടാകുമായിരുന്നു. പക്ഷേ ആ ഉമ്മയെ അള്ളാഹു നേരത്തെ കൊണ്ടുപോയി. അള്ളാഹുവേ, പ്രിയപ്പെട്ട സഖാഫി ഉസ്താദിന്റെ കുടുംബത്തിന് നീ വലിയ ക്ഷമ കൊടുക്കണേ അല്ലാ, വലിയ ക്ഷമ കൊടുക്കണേ അല്ലാ, വലിയ ക്ഷമ കൊടുക്കണേ അല്ലാ.